സ്ലീവിന് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് നമ്മുടെ സ്ലീവ് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കണം. ഐഡിയാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ രണ്ട് രീതിയിലുള്ള പഫ് സ്ലീവിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പഫ് സ്ലീവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കട്ടെ. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ പഫ് സ്ലീവിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പഫ് മാത്രമേ ഇവിടെ ഇങ്ങനെ വരാറുള്ളൂ. നമ്മൾ അതിൻ്റെ ഹൈറ്റ് എത്ര കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രം പഫ് വരും. അപ്പോൾ കുറച്ച് ഈ ഒരു പോർഷനിലും കൂടി ലൂസ് വരുന്ന രീതിയിലുള്ള പഫ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതും സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതും ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിന്നിവിടെ 34 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ സ്ലീവാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ലെങ്ത്ത് വരുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ താഴെ ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് താഴെയും മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ അടിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 9 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 34 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നതെന്നുള്ളത്. 34/10 ചെയ്യണം. കാരണം നമ്മുടെ സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയാണ് കൃത്യമായിട്ട് അളവെടുക്കാനായിട്ട് പറഞ്ഞു തന്നെയെന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 34/10 എടുക്കണം. അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനെ 10 കൊണ്ട് നമ്മൾ ഹരിക്കുക. അപ്പോൾ നമുക്ക് 3.4 കിട്ടും. അത് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള അളവും നമ്മുടെ സ്ലീവിൻ്റെ വണ്ണവും നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ 34/4 ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 8.5 ആണ് കേട്ടോ. അപ്പോൾ 34നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8.5 കിട്ടും. അതിനോട് -1 ചെയ്യണം. അപ്പോൾ നമുക്ക് 7.5 കിട്ടും കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 7.5 ആണ് നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 7.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈനും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ ഷേപ്പ് വരയ്ക്കാനായിട്ട്. നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സീം അലവൻസ് 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ താഴെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് സീം അലവൻസ് അവിടെയും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈൻസ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത് നമ്മുടെ നോർമൽ സ്ലീവാണ്. ഇത് നമ്മുടെ പഫ് സ്ലീവ് അല്ല, ഇത് നമ്മുടെ നോർമൽ സ്ലീവാണ്. നമുക്ക് എത്രയാണോ മുകളിലോട്ട് പഫ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെയും കൂടി നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ ഒരു ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ ഇവിടെയും കൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ 3 ഇഞ്ചിൽ കൂടി ഇങ്ങനെ ഈ ഒരു ലൈനിലോട്ട് മുട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു പഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പഫ് സ്ലീവിന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നോർമൽ സ്ലീവാണ് നമ്മൾ ആദ്യം വരച്ചേക്കുന്നത്. പഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുകളിലോട്ട് എത്ര ഇഞ്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പഫ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ പഫാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ, ഇത്രയും ഹൈറ്റിലായിരിക്കും പഫ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വലിയ പഫായിട്ട് കുറച്ചും കൂടി പഫിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് 4 ഇഞ്ചോ 4.5 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലൂസ് കൂടുന്നില്ല. ഈ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് പഫ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന പഫ് സ്ലീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പഫ് വന്നിട്ട് നമ്മുടെ സ്ലീവ് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. ഇങ്ങനെ നിൽക്കുന്നൊരു പഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഇവിടെ എന്നാൽ ബലൂണാണോ ബലൂണല്ല, എന്നാൽ നമ്മുടെ നോർമൽ പഫാണ്. നോർമൽ പഫ് പോലെ നിൽക്കുന്ന ഒരു പഫ് സ്ലീവ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മുടെ നോർമൽ പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഈ ലൈനിൽ കൂടി തന്നെ വളരെ ചെറുതായിട്ട് മാർക്ക് ചെയ്ത്, അതായത് നമ്മൾ നോർമൽ ബ്ലൗസിന് മാർക്ക് ചെയ്യുന്ന അത്രയൊന്നും നമ്മൾ പഫ് സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ തവണ ഞാൻ പഫ് സ്ലീവിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ കട്ടിങ് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെനിക്ക് വന്നൊരു കമൻ്റായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് കട്ടിങ് കാണിക്കാതിരുന്നത്, അതിലെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ലായിരുന്നു, എൻ്റെ ക്യാമറ ഓഫായി പോയതാ. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഞാൻ കട്ടിങ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം.
വളരെ ചെറുതായിട്ടാണ് ഞാൻ കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ പഫ് സ്ലീവിൻ്റെയും നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്ന പഫ് സ്ലീവിൻ്റെയും വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മോഡൽ ഇതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മോഡൽ നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ മടക്കിയിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വണ്ണം മാർക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ വണ്ണത്തിനേക്കാളും നമുക്ക് എത്ര ഇഞ്ചാണോ ലൂസ് വേണ്ടത് ആ ലൂസും കൂടി ചേർത്ത് വേണം നമ്മൾ ഈ പീസ് മടക്കിയത്. ഇതിപ്പോൾ ഇത്രയും പീസ് ഉള്ളതുകൊണ്ട് ഞാനിതിങ്ങനെ മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം നമ്മുടെ 34 ചെസ്റ്റ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ സ്ലീവാണിത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് 34/4 ചെയ്തിട്ടുണ്ട്. 8.5 വന്നിട്ടുണ്ട്. -1 ചെയ്ത് 7.5 വന്നിട്ടുണ്ട്. ഇത് 7.5 ഉണ്ട്. ഇത് കണ്ടോ, 7.5 ഉണ്ട്. ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഇതെന്ന് ഷേപ്പ് എന്ന് പറയുന്നത് 3.4 ആണ്. 34നെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.4 ആണ്. ഇത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത സെയിം അളവിലുള്ളത് ഒരു പാറ്റേൺ ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പഫ് സ്ലീവാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ അളവ് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതായത് ചരിച്ച് വെച്ച് കൊടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഇവിടെ ആ ലൂസ് വേണം, സ്ലീവിന് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് നമ്മുടെ സ്ലീവ് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ എനിക്കിവിടെ ഒരു 3 ഇഞ്ച് ലൂസാണ് വേണ്ടത്. അപ്പം ഞാൻ ആ 3 ഇഞ്ച് ലൂസിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ എൻഡെന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം വരുന്ന എൻഡെന്ന് പറയുന്നത് ഇത് ഇതേപോലെയും വെച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഈ മടക്കിയിട്ടേക്കുന്ന ഫോൾഡിങ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിൽ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. സ്ലീവ് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തല്ലോ, ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് എത്രയാണോ നമ്മൾ നോർമൽ പഫ് എങ്ങനെയാണ് എടുക്കുന്നത്, മുകളിലോട്ട് നമ്മൾ പഫിനുള്ളത് എക്സ്ട്രാ ഇട്ട് കൊടുക്കും. ഇത് നോർമൽ സ്ലീവാണ്. അപ്പോൾ മുകളിലോട്ടുള്ള എത്ര ഇഞ്ചിൻ്റെ പഫാണ് വേണ്ടത്, ഞാനിപ്പോൾ വീണ്ടും 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത് 2.5 വേണമെങ്കിൽ 2.5 എടുക്കാം. കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചാക്കാം. അപ്പോൾ ചെറിയ പഫായിരിക്കും അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇത്രയും പ്ലീറ്റ്സ് വരുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കും കേട്ടോ. 2.5 ആണെങ്കിലും അത്യാവശ്യം നല്ല പഫ് ഇതിനകത്ത് കിട്ടും. അപ്പം ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇഞ്ചോ 4.5 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് 7.5 ആണ്. ഈ 7.5യുടെ പകുതി എടുക്കുക. അതായത് നമ്മൾ സ്ലീവിനെ ഇവിടെ മാർക്ക് ചെയ്യാൻ എടുത്തത് എത്രയാണെന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ 7.5 കിട്ടിയേക്കുന്നത്. ഈ 7.5യുടെ പകുതി 7.5യുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3.25 വരും. ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ, 3.25 ഞാനിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 3.25 നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് കൊടുക്കാം. ഇനി ഈ പേപ്പറിൻ്റെ ആവശ്യം ഈ താഴെയും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പേപ്പറിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി സൈഡ് ഇനിയിപ്പോൾ നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്ലീവ് ഏകദേശം നമുക്കിവിടെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 3.25 നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 മാർക്ക് ചെയ്തില്ലേ, അതും കൂടി ചേർത്തിങ്ങ് മാർക്ക് ചെയ്യാം. ഇത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പഫ് സ്ലീവ് കട്ട് ചെയ്തതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടാനായിട്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സ്ലീവിനും ഞാനിവിടെ ലൈനിങ് ഇട്ടിട്ട് അടിക്കുന്ന സ്ലീവിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് തന്നെ കൊടുത്തേക്കുന്നത്. എൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇഞ്ചാണ്. കണ്ടോ, ഞാനിത് 10 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ലൈനിങ് അടിച്ച് പോകുന്നതാണെന്നുണ്ടെങ്കിൽ, അതല്ല ലൈനിങ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു പീസ് വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അളവ് തന്നെ മതി, 1/2 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി നല്ലതും. നമ്മൾ നോർമൽ സാരി ബ്ലൗസൊക്കെ മടക്കി ഇങ്ങനെ എക്സ്ട്രാ പീസ് ഇട്ടിട്ട് മടക്കി അടിക്കുന്ന പോലെ ഈ ബ്ലൗസ് അടിക്കാനായിട്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും.
എക്സ്ട്രാ ഒരു പീസ് കൊടുത്തിട്ട് തന്നെ അടിച്ചെടുക്കുന്നതോ ലൈനിങ്ങിൽ തിരിച്ചടിക്കുന്നതോ ആയിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ തെറ്റിച്ച് ഇതിൽ കൂടി കട്ട് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും വലിയ സ്ലീവോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് തയ്ച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളി പഫ് കിട്ടുന്ന അടിപൊളി ഒരു സ്ലീവാട്ടോ. നമ്മൾ പലവരുടെയും ഇങ്ങനെ കാണാറുണ്ട്, ടി വിയിലും സിനിമയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നോർമലി തയ്ക്കുന്ന പഫ് സ്ലീവിൻ്റെ ഇത് കുറച്ചും കൂടി കൂട്ടിയിട്ടാൽ മതി, കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, രണ്ട് പഫ് സ്ലീവിൻ്റെയും ഇത് രണ്ടും പഫ് സ്ലീവാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഈ നമ്മൾ പറയത്തില്ലേ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലുള്ള വ്യത്യാസമുള്ള രണ്ട് സ്ലീവുകളാണ്. രണ്ട് സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടി പഫ് വന്നിട്ട് ഇവിടെ ഒരു ഇച്ചിരി കൂടി ലൂസ് നിൽക്കുന്നതും കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ലൂസ് നിൽക്കാതെ ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ഫിറ്റായിട്ടുള്ള മുകളിൽ മാത്രം ജസ്റ്റ് ആ ഷോൾഡറിൻ്റെ അവിടെ മാത്രം പഫ് വരുന്നൊരു പഫ് സ്ലീവാണിത്. അപ്പോൾ ഈ രണ്ട് പഫ് സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ പഫിൻ്റെ ആ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇട്ട് തുടങ്ങുമ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് അവസാനം വരെ അങ്ങനെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് പോകും. അപ്പോൾ ഇതിന് പക്ഷേ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ല, ഇവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങി ഇവിടെ നിന്ന് നമ്മൾ ഇട്ട് തുടങ്ങി കറക്റ്റ് സെൻറ്ററിൽ വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അതായത് ഇവിടെ നിന്നുള്ള പ്ലീറ്റ്സൊക്കെ ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ള പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നല്ല പോലെ പീസ് നമുക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതായത് ഇങ്ങനെ വലിയ പ്ലീറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ വരെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് പ്ലീറ്റ്സ് ഇടണം. ഇങ്ങനെ തിരിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇച്ചിരി വലിയ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി സ്റ്റിച്ചിങ് കാണാം. ഇതിപ്പോൾ നോർമൽ പഫ് സ്ലീവാണ് ഞാൻ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാനാണ് ആ സൈഡും കൂടി അടിച്ചിട്ട് കണ്ടോ. നമ്മളപ്പോൾ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മുകളിൽ മാത്രം ഒരു ചെറിയ പഫായിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൈയുടെ അറ്റം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും ഒരു ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ ആ സ്ലീവിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ റെഡി ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ വലിയ പ്ലീറ്റ്സ് ഇടാം, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം ഇടാനായിട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ പ്ലീറ്റ്സ് ഇങ്ങനെ വലിയ പ്ലീറ്റ്സ് എടുത്തിട്ട് സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന ഷേപ്പിലുള്ള പഫ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സ്ലീവ് ആണെങ്കിലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മറ്റേ സ്ലീവിന് നമുക്ക് ഇത്രയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് കൈയുടെ മുകളിൽ നമ്മുടെ ആ ഷോൾഡറിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ പഫ് വരും എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 4 ഇഞ്ചോ 5 ഇഞ്ചോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഫിൻ്റെ ഹൈറ്റ് കൂട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പഫ് ഇട്ട് കൊടുക്കുവാണ്. ചെറുതായിട്ടാട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് സെൻറ്ററിൽ വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇട്ട് വന്നിട്ട് സെൻറ്റർ വന്നു കഴിയുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിക്കുകയും രണ്ട് പഫും കൂടി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏത് പഫാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ വരുന്ന പഫാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മൾ താഴെ അടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട്, ലൈനിങ് അല്ല, എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് ആ വെട്ടിൻ്റെ അവിടെ ആ സെൻറ്റർ വരത്തില്ലേ, ആ സെൻറ്റർ വരുമ്പോൾ ഒരു ചെറിയൊരു പ്ലീറ്റ്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ പതിച്ചടിച്ചെടുക്കുക. പ്ലീറ്റ്സ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്നിട്ട് നോർമലി നമ്മൾ അകത്തോട്ട് മടക്കി അടിക്കുന്നത് പോലെ ഇതുപോലെ അങ്ങ് അകത്തോട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ നോർമലായിട്ട് ബ്ലൗസ് എല്ലാം തയ്ച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടോ ഇതിപ്പോൾ ഇരിക്കുന്ന കണ്ടോ നോർമലായിട്ട് തന്നെ ഇരുന്നുള്ളൂ. അവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല അടിപൊളി സ്ലീവ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ എന്തെങ്കിലും ഡൗട്ടുള്ളതോ അങ്ങനെ എല്ലാ ഷോൾഡറോ എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിനുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.